സ്വാഗതം. JCF അവതരിപ്പിക്കുന്ന ഈ പുതിയൊരു വിശദീകരണത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മുൻകാല സാങ്കേതിക അറിവുകളൊന്നും ഇല്ലാതെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഉപയോഗിച്ച് എങ്ങനെ വളരെ ലാഭകരമായ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ബിസിനസ് തുടങ്ങാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. വളരെ ലളിതമായ PDF-കൾ നിർമ്മിച്ച് എങ്ങനെ മികച്ചൊരു വരുമാനമുണ്ടാക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഒരു കാര്യം പറയട്ടെ. ഒരു സാധാരണ ഡോക്ടർക്ക് ഒരു ദിവസം പരമാവധി എത്ര വരുമാനം കിട്ടും? ഏകദേശം ഒരു $3000 വരെ, അല്ലേ? എന്നാൽ വളരെ ലളിതമായ ഒരു PDF ഓൺലൈനായി വിറ്റുകൊണ്ട് മാത്രം ഒരു ക്രിയേറ്റർ ഒറ്റ ദിവസം കൊണ്ട് നേടിയതെത്രയാണെന്നറിയാമോ? $4269. യാതൊരു തമാശയുമല്ല. എത്ര വലിയൊരു വ്യത്യാസമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ശരി, നമുക്കിതിലേക്ക് കടക്കാം. വൈകാരിക പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിൽ തുടങ്ങി ക്ലോഡ് AI ഉപയോഗിച്ച് ഗൈഡുകൾ തയ്യാറാക്കി ക്യാൻവ, ഷോപ്പിഫൈ എന്നിവ വഴി സ്റ്റോർ നിർമ്മിച്ച് ഇൻഫ്ലുവൻസർമാർ വഴിയും ഫേസ്ബുക്ക് ആഡ്സ് വഴിയും അത് വിറ്റഴിക്കുന്നതുവരെയുള്ള ഈ 5 ഘട്ടങ്ങൾ നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം. ഒന്നാമത്തെ ഘട്ടം വൈകാരിക പ്രശ്നങ്ങൾ കണ്ടെത്തുക എന്നതാണ്. ഈ ബിസിനസ് മോഡലിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മോശം പ്രോഡക്റ്റും മികച്ച പ്രോഡക്റ്റും തമ്മിലുള്ള വലിയ വ്യത്യാസം എന്താണെന്നറിയാമോ? ഉദാഹരണത്തിന്, വസ്ത്രങ്ങൾ എങ്ങനെ നന്നായി കഴുകാം എന്നൊരു ഗൈഡ് ആരെങ്കിലും പണം കൊടുത്തു വാങ്ങുമോ? ഇല്ല. എന്നാൽ കുട്ടികളുടെ ഫോൺ അഡിക്ഷൻ മാറ്റാൻ ബുദ്ധിമുട്ടുന്ന നിസ്സഹായരായ മാതാപിതാക്കൾ അതിനൊരു പരിഹാരത്തിനായി എത്ര പണം വേണമെങ്കിലും നൽകാൻ തയ്യാറാകും. ഇതാണ് ഇമോഷണൽ കണക്ഷൻ. പാരന്റിംഗ് അഥവാ കുട്ടികളെ വളർത്തുക എന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ വിൽക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു മേഖലയാണ്. കാരണം കുട്ടികളുടെ വാശിപിടിക്കൽ, ഉത്കണ്ഠ, അച്ചടക്കം, സ്ക്രീൻ അഡിക്ഷൻ തുടങ്ങി നിരന്തരമായ വൈകാരിക സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു കാര്യമാണിത്. അതുകൊണ്ടുതന്നെ ലളിതവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾക്ക് ഇവിടെ വലിയ ഡിമാൻഡുണ്ട്. ഇനി രണ്ടാമത്തെ ഘട്ടം, ക്ലോഡ് AI ഉപയോഗിച്ച് ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ഇത്തരം പ്രശ്നങ്ങൾ കണ്ടെത്താനും അതിനുള്ള പ്രായോഗികമായ പരിഹാരങ്ങളടങ്ങിയ ഒരു ഗൈഡ് തയ്യാറാക്കാനും നിങ്ങൾക്ക് ക്ലോഡ് AIയുടെ സഹായം തേടാം. ഇതിനായി വലിയ എഴുത്തുകാരനാകേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്തെന്നാൽ, AI നൽകുന്ന വിവരങ്ങൾ അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വിൽക്കാൻ ശ്രമിക്കരുത്. അത് സ്വന്തമായി വായിച്ചു നോക്കി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കുറച്ചുകൂടി മനുഷ്യത്വപരമായ രീതിയിലാക്കണം. എങ്കിൽ മാത്രമേ വാങ്ങുന്നവർക്കത് ശരിക്കും ഉപകാരപ്പെടുകയുള്ളൂ. പിന്നെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഈ PDF-കൾ $9 മുതൽ $29 വരെ മാത്രം വില വരുന്ന ചെറിയ പ്രോഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒറ്റയടിക്ക് ജീവിതം മാറിമറിയുന്ന വലിയ അത്ഭുതങ്ങളൊന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് വേണ്ടത് താങ്ങാനാവുന്ന വിലയിലുള്ള കൃത്യമായി ചിട്ടപ്പെടുത്തിയ വ്യക്തമായൊരു മാർഗനിർദ്ദേശം മാത്രമാണ്. അടുത്തതായി മൂന്നാമത്തെ ഘട്ടം, ക്യാൻവ ഉപയോഗിച്ചുള്ള ഡിസൈനിങ്ങും ഷോപ്പിഫൈ സ്റ്റോർ നിർമ്മാണവും. ക്ലോഡ് AI നേരിട്ട വിവരങ്ങൾ ക്യാൻവയിലേക്ക് പകർത്തുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മികച്ച ഒരു ലേഔട്ട് തയ്യാറാക്കാം. മാതാപിതാക്കൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചിത്രങ്ങളും അവർക്ക് ആശ്വാസം നൽകുന്ന വൈകാരികമായ ഒരു തലക്കെട്ടും നൽകിയാൽ വെറും ഒരു ദിവസം കൊണ്ട് തന്നെ ഇതൊരു പൂർണ്ണ ഡിജിറ്റൽ പ്രൊഡക്റ്റാക്കി മാറ്റാം. സത്യം പറഞ്ഞാൽ AIയും ക്യാൻവയും ചേർന്നാൽ അതൊരു അതിഗംഭീര കോമ്പിനേഷനാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് വിൽക്കാൻ സാധാരണ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. എന്നാൽ ഈ ക്രിയേറ്റർ പ്രത്യേകം നിർദ്ദേശിക്കുന്നത് ഷോപ്പിഫൈ ഉപയോഗിക്കാനാണ്. കാരണം ഒരു ഉപഭോക്താവ് നിങ്ങളുടെ പേജിൽ വരുമ്പോൾ അവരുടെ അനുഭവം പൂർണ്ണമായി നിയന്ത്രിക്കാനും അവർക്ക് കൂടുതൽ വിശ്വാസ്യത നൽകാനും ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാനും ഷോപ്പിഫൈ വഴി സ്വന്തമായൊരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് നിങ്ങളെ സഹായിക്കും. സ്റ്റോർ തയ്യാറായിക്കഴിഞ്ഞാൽ നാലാമത്തെ ഘട്ടമായ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലേക്ക് നമ്മൾ കടക്കുകയാണ്. യാതൊരു ഡാറ്റയും ഇല്ലാതെ നേരിട്ട് ഫേസ്ബുക്ക് പരസ്യങ്ങൾ നൽകാൻ തുടങ്ങുന്നതിലൂടെയാണ് തുടക്കക്കാർക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റുന്നത്. അതൊഴിവാക്കാൻ നമ്മൾ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിക്കുന്നു. ഷോർട്ട് വീഡിയോകൾ പൂർണ്ണമായും ഒഴിവാക്കി പകരം യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിക്കുക എന്നതാണ് ഇതിലെ തന്ത്രം. ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും വെറും 2 സെക്കൻഡ് മാത്രമാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇത്തരം ഗൈഡുകൾ വിൽക്കാൻ ആവശ്യമായ വിശ്വാസം സൃഷ്ടിക്കാൻ 20 മിനിറ്റ് ദൈർഘ്യമുള്ള യൂട്യൂബ് വീഡിയോകൾക്കേ സാധിക്കൂ. ഇതിനായൊരു മികച്ച ഡീൽ ഘടന ആവശ്യമാണ്. ചെറിയൊരു മുൻകൂർ തുക നൽകുക, ഒപ്പം അവർ വഴി ഉണ്ടാകുന്ന ഓരോ വിൽപ്പനയ്ക്കും ഒരു നിശ്ചിത കമ്മീഷൻ കൂടി നൽകാമെന്ന് ഡീൽ ഉറപ്പിക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ ആ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ അവർക്കും ഒരു പ്രത്യേക താൽപ്പര്യമുണ്ടാകും, അല്ലേ? ഇനി അവസാനത്തേതും 5-ാമത്തേതുമായ ഘട്ടം, ഫേസ്ബുക്ക് ആഡ്സ് വഴി ഈ ബിസിനസ് വളർത്തുക. ഫേസ്ബുക്ക് പിക്സലിനെ ഒരു ചെറിയ വിദ്യാർത്ഥിയായി കണക്കാക്കുക. അത് നിങ്ങളുടെ വെബ്സൈറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് കൃത്യമായി നിരീക്ഷിക്കുന്നു.
സ്വയം ലാഭകരമായി ഫേസ്ബുക്ക് പരസ്യങ്ങൾ നൽകാൻ പ്രാപ്തനാകുന്നതിനു മുൻപായി യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരിൽ നിന്നുള്ള ട്രാഫിക് ഉപയോഗിച്ച് യഥാർത്ഥ ഉപഭോക്താക്കൾ ആരാണെന്ന് നമ്മൾ അതിനെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ ബിസിനസ് തന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുവർണ നിയമം ഇതാണ്. ഇൻഫ്ലുവൻസർമാരിൽ നിന്ന് വരുന്ന ട്രാഫിക് പിക്സലിനെ പഠിപ്പിക്കുന്നു. ആ പഠിച്ച വിവരങ്ങൾ വെച്ച് പിക്സൽ പരസ്യങ്ങൾ നൽകുന്നു. ഇതിലൂടെ ഇതിനകം പ്രോഡക്റ്റ് വാങ്ങിയവരുമായി സാമ്യമുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പുതിയ ആളുകളെ മാത്രം ലക്ഷ്യം വയ്ക്കാൻ ഫേസ്ബുക്കിന് സാധിക്കുന്നു. ഇതാണ് ഇതിലെ മാസ്റ്റർ സ്ട്രാറ്റജി. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ തിരികെ വരാം. ആളുകൾ ആദ്യം വൈകാരികമായും പിന്നീട് യുക്തിപരമായും തീരുമാനങ്ങളെടുക്കുന്നു. ഈ ക്രിയേറ്ററുടെ ഈ വാക്കുകൾ തന്നെയാണ് ഈ ഓട്ടോമേറ്റഡ് PDF ബിസിനസ് ഇത്ര വിജയകരമാകാനുള്ള പ്രധാന കാരണം. കൃത്യമായ വൈകാരിക പ്രശ്നങ്ങളെ ലക്ഷ്യം വെച്ചാൽ നിങ്ങളുടെ വിൽപ്പന വളരെ എളുപ്പമാകും. അപ്പോൾ എങ്ങനെ ആശയങ്ങൾ കണ്ടെത്താം, AI ഉപയോഗിച്ച് എങ്ങനെ ഗൈഡുകൾ നിർമ്മിക്കാം, ഡിസൈൻ ചെയ്യാം, എങ്ങനെ വിൽക്കാം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ തന്ത്രങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി ഒരേ ഒരു ചോദ്യം മാത്രം ബാക്കി. ഈ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കി നിങ്ങളുടെ സ്വന്തം പാസീവ് PDF ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വലിയ അവസരം നിങ്ങൾ ഉപയോഗിക്കുമോ? ചിന്തിക്കുക.